പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം കാലൻ്റെ ധർമ്മത്തെ തെറ്റിച്ച കാമം എന്നതാണ്. ഭാരതഭൂമിയുടെ മധ്യഭാഗത്തായി കന്യാകുബ്ജം എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. വൻ മരങ്ങളിൽ പൂവള്ളികൾ പടർന്ന് പിടിച്ച് പല നിറത്തിലായി പൂക്കൾ വിരിഞ്ഞും വസന്തകാറ്റ് സുഗന്ധം പരത്തിയും നദീതടാക ചോലകളിൽ കുളിര് ചൊരിഞ്ഞും പലതരം പക്ഷികൾ ചിലുചിലുക്കയും സാഹോദര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹവും ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യവതികളായ കന്യകമാരുമുള്ള അനുഗ്രഹീതമായ ഒരു കൊച്ചു ഗ്രാമം. അതിന് പൂർവികമായ ഒരു കഥയുണ്ട്, നോക്കാം. ഒരിക്കൽ വലിയൊരു യാഗം നടക്കുകയും യജ്ഞശാലയിൽ ദേവന്മാർ സന്നിഹിതരാവുകയും യജ്ഞാവസാനം ദേവന്മാർ ഈ ഗ്രാമം എന്നും സൗന്ദര്യം ആസ്വദിക്കാനും ജീവിത അഭിവൃദ്ധി പുഷ്ടിപ്പെടാനും ഗ്രാമത്തിലെ കന്യകമാർ സുന്ദരികളായിരിക്കും എന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. 3 ലോകത്തിലുള്ള സുന്ദരിമാരെയും വെല്ലുന്ന ഒരു കന്യാരത്നം ഈ ഗ്രാമത്തിലുണ്ട്. അവളുടെ പേര് ഗോമതി എന്നാണ്. ഇന്ദ്രസഭയെ ശോഭിപ്പിക്കുന്ന ഉർവശി, തിലോത്തമ ഇവരെല്ലാം ഗോമതിയെ കണ്ടാൽ മുഖം താഴ്ത്തും. മൃത്യുവിന് നാഥനായിരിക്കുന്ന കാലൻ ഒരിക്കൽ വിനോദയാത്രയിൽ കന്യാകുബ്ജത്തെത്തി. 9 വയസ്സ് പ്രായമുള്ള ഗോമതിയെ യമധർമ്മൻ യദൃച്ഛമായി കാണുകയുണ്ടായി. ആ ചെറു സുന്ദരിയെ കണ്ടതും ധർമ്മരാജൻ്റെ മനസ്സ് അവളിൽ പ്രവേശിച്ചു. ഇതുപോലൊരു രത്നത്തെ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. ഇവൾ ആരാണെന്ന് അറിയണം, ഇവളെ സ്വന്തമാക്കണമെന്ന് ധർമ്മം നിശ്ചയിച്ചു. ഗോമതിയും ധർമ്മരാജൻ്റെ കോമള രൂപത്തിൽ ആസക്തയായി. ഈ അവസരത്തിൽ അന്യരായി അവിടെ ആരുമില്ല. ഉണ്ടെങ്കിൽ പോലും യമധർമ്മനെ മനുഷ്യനേത്രങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഗോമതി എങ്ങനെ കാണുന്നുവെന്നാൽ യമധർമ്മൻ്റെ കോമള രൂപത്തിൽ അലഞ്ഞു ചേരാനായി പ്രത്യേക അനുഗ്രഹം ഗോമതി അറിയാതെ കൊടുത്തിരുന്നു. അവർ അന്യോന്യം അടുത്തു, പരസ്പരം നോക്കി. അവൾ പുഞ്ചിരിച്ചു. 2 മനസ്സും കരിക്ക് വെള്ളത്തിൽ പഞ്ചസാര പോലെ അലിഞ്ഞു ചേർന്നു. സുന്ദരിയുടെ ഭവനം എവിടെയാ എന്ന് ധർമ്മൻ ചോദിച്ചു. അതാ കാണുന്നത്, വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് ഗോമതി പറഞ്ഞു. ഭവതിയുടെ പേര് എന്താ? ഗോമതി അങ്ങോട്ടും അവൾ ഭവാന്റെ പേര് ചോദിച്ചു. എൻ്റെ പേര് കേട്ടാൽ ഭയക്കുമോ? ഞാനാണ് പ്രപഞ്ചത്തിലുള്ള പ്രാണികളുടെ എല്ലാം ജീവനെ പിടിക്കുന്ന ആൾ. യമധർമ്മൻ എന്നാണ്, കാലനെന്നും പറയും. ഗോമതി, ഭഗവാൻ ഇവിടെ ആരുടെ ജീവനെ പിടിക്കാൻ വന്നതാണ്? ഞാൻ ജീവനെ പിടിക്കാൻ വന്നതല്ല, ചേർക്കാൻ വന്നതാണ്. ഭൂലോകത്ത് ധാരാളം കേട്ടുകേൾവിയുള്ള ഈ കൊച്ചു ഗ്രാമം മാത്രമല്ല, ഇവിടെ ഒരു യുവ സുന്ദരി ഉണ്ടെന്ന് അറിഞ്ഞ് അവളെ ഒന്ന് കാണണമെന്ന് മോഹിച്ച് വന്നതാണെന്ന് ധർമ്മൻ പറഞ്ഞു. കണ്ടുവോ? ഗോമതി ചോദിച്ചു. കണ്ടു, ധർമ്മൻ പറഞ്ഞു. എവിടെയുണ്ട്? ഇവിടെ തന്നെയുണ്ട്. വിരൽ ചൂണ്ടിക്കൊണ്ട് യമധർമ്മനാണെന്ന് അറിഞ്ഞതോടെ ഗോമതിക്കും ധർമ്മനെ സ്വന്തമാക്കണമെന്ന് മനസ്സ് കൊതിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ലോകാവസാനം വരെ മരിക്കാതെ ജീവിക്കാമല്ലോ എന്നതാണ്. ഗോമതി ചോദിച്ചു. ഇഷ്ടമായോ? ധർമ്മൻ പറഞ്ഞു. ഇഷ്ടം മാത്രമല്ല, എൻ്റെ സ്വന്തമാക്കുകയും ചെയ്തു. സമ്മതം ചോദിക്കാതെയോ? ഗോമതി ചോദിച്ചു. സമ്മതം കിട്ടിയതിനാൽ നിന്റെ മനസ്സ് ഇപ്പോൾ എന്നിലാണല്ലോ, ധർമ്മൻ പറഞ്ഞു. എന്നെ ഉടനെ അമ്മയുടെ കൂടെ കൊണ്ടുപോകുമോ? ഗോമതി ചോദിച്ചു. കാലമാകുമ്പോൾ കൊണ്ടുപോകും.
അതുവരെയും നീ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ 6 മാസത്തിലൊരിക്കൽ കാമലീലകൾ ആടാൻ ഇങ്ങോട്ട് വരും. നാം അനുഭവിക്കുന്ന ലീലകൾ നാം അല്ലാതെ മറ്റാരും കാണുകയുമില്ല. നിന്റെ കൗമാരത്തിനും സൗന്ദര്യത്തിനും ഒരു മാറ്റവും ഉണ്ടാകുകയില്ല, ധർമ്മൻ പറഞ്ഞു. അങ്ങയുടെ ആഗ്രഹം പോലെ ആവട്ടെ, ഗോമതി പറഞ്ഞു. അവർ പരസ്പരം കെട്ടിപ്പുണർന്നു. യമധർമ്മൻ ഗോമതിയുടെ സമ്മതത്തോടെ യാത്രയായി. 6 മാസത്തിലൊരിക്കൽ ഗോമതിയെ കാണാൻ വരും. അങ്ങനെ കാലം പോയിക്കൊണ്ടേയിരുന്നു. ഗോമതിക്ക് പ്രായം 18ആയി. അവളുടെ ആയുസ് അവസാനിക്കുന്നു. യമധർമ്മൻ കിത്താവ് നോക്കിയപ്പോൾ തൻ്റെ പ്രണയിനിയുടെ പ്രാണനെ നാളെ പിടിക്കണം എന്നാണ് കാണുന്നത്. ധർമ്മസങ്കടത്തിലായി. തൻ്റെ പ്രാണവതിയുടെ ആയുസ് നാളെ അവസാനിക്കുകയാണല്ലോ, ഞാൻ എന്തു ചെയ്യും? ധർമ്മത്തെ തെറ്റിക്കാനും പാടില്ല, അവളുടെ പ്രാണനെ പിടിക്കാനും പാടില്ല. വളരെ വിഷമവും അതിയായ ചിന്തയും. കിപ്താവിനെ തിരിച്ചും മറിച്ചും നോക്കി. അങ്ങനെയിരിക്കെ ഇതേ പ്രായത്തിൽ വേറൊരു ഊരിൽ ഒരു ഗോമതിയെ കാണപ്പെട്ടു. പക്ഷെ അവൾക്ക് ആയുസ് അറ്റിട്ടില്ല. എന്തായാലും പകരം ഇവളെ പിടിക്കാമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം പുതിയ ഗോമതിയുടെ ജീവനെ പിടിച്ചു. അവളുടെ ബന്ധുക്കൾ ഗോമതി മരിച്ച ദുഃഖത്തിൽ കോലാഹലം കൊള്ളുന്നു. യമധർമ്മൻ ഓരോ ദിവസവും പിടികൂടുന്ന ജീവനെ അതാത് ദിവസം വൈകുണ്ഠത്തിൽ ഭഗവാനെ കണക്ക് ബോധിപ്പിക്കണം. പതിവ് പോലെ ദൂതന്മാരെ വിട്ടില്ല, നേരിൽ പോവുകയാണ് ചെയ്തത്. ഭഗവാനെ നമസ്കരിക്കാൻ കുനിഞ്ഞപ്പോൾ കയ്യിലെ ഗദ കൊണ്ട് ഒരു അടി കൊടുത്തു. ധർമ്മൻ അകലെയായി തെറിച്ചു വീണു. തൻ്റെ തെറ്റിൻ്റെ ശിക്ഷയാണെന്ന് ബോധിച്ചതും എഴുന്നേറ്റ് വന്നു വീണ്ടും ഭഗവാൻ പാദത്തിൽ ദണ്ഡനമസ്കാരം ചെയ്തു ഭഗവാനോട് പറഞ്ഞു, മഹാപ്രഭോ, ഞാൻ ഇന്നുവരെയും ധർമ്മത്തിൽ ഒരു പിഴവും കാണിച്ചിട്ടില്ല. ഇന്ന് എനിക്കൊരു തെറ്റ് സംഭവിച്ചു. അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കണം. എൻ്റെ ധർമ്മം തെറ്റാതെ നടത്തിപ്പോകുവാനായി കൊണ്ട് എനിക്കൊരു വരം തരണം എന്ന് അപേക്ഷിച്ചു. ഭഗവാൻ പറഞ്ഞു, അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടത്? ആവശ്യപ്പെട്ടാലും. ധർമ്മൻ ചോദിച്ചു. പ്രഭോ, ഭൂമിയിലുള്ള മനുഷ്യർ മരിക്കുമ്പോൾ ബന്ധുക്കൾ കാലൻ കൊണ്ടുപോയി എന്നാണ് പുരാതനമായി പറഞ്ഞു വരുന്നത്. ഇന്നു മുതൽ അതിനൊരു മാറ്റമുണ്ടാവണം. മരണത്തിൽ എൻ്റെ പേര് പറയരുത്. ഇതാണ് എൻ്റെ ആവശ്യം. ഇന്നു മുതൽ കാലൻ ജീവനെ കൊണ്ടുപോയി എന്ന് ആരും പറയില്ല എന്ന വരം കൊടുത്ത് അനുഗ്രഹിച്ചു. അന്ന് മുതലും ഇപ്പോഴും കാലൻ തന്നെയാണ് ജീവനെ പിടിച്ചു കൊണ്ടുപോകുന്നത്. എന്നാലും ആരും കാലൻ കൊണ്ടുപോയി എന്ന് പറയാറില്ല. മരം വീണു, പാമ്പ് കടിച്ചു, വാഹനം ഇടിച്ചു, ഇടിവെട്ടി, വെള്ളത്തിൽ വീണു, വിഷം കഴിച്ചു, കയറിൽ തൂങ്ങി എന്നൊക്കെയാണ് മരണത്തെ അറിയപ്പെടുന്നത്. തൻ്റെ കാമുകിയുടെ ജീവനെ പിടിക്കുമ്പോൾ തൻ്റെ പേര് പറയരുത്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ വരം വാങ്ങിയത്. മരിച്ചു കിടക്കുന്ന ഗോമതിയുടെ ജീവനെ അവിടെ കൊണ്ട് കൊടുത്തു. അവൾ ഉറക്കം കഴിഞ്ഞു ഉണരുന്നത് പോലെ എഴുന്നേറ്റു വന്നു. നിലവിളികൾ എല്ലാം സന്തോഷ ഉത്സവത്തിലായി. തൻ്റെ കാമുകിയുടെ ജീവനെ പിടിക്കാനായി അങ്ങോട്ട് ചെന്നു. ഗോമതി വീട്ടുമുറ്റത്ത് മരക്കൊമ്പിൽ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കെ കയറ് കെട്ടിയിരുന്ന മരക്കൊമ്പ് പൊട്ടി ഗോമതിയുടെ തലയിൽ വീണു. അവളുടെ ജീവനെ കാലൻ കൊണ്ടുപോയി. മരം വീണു മരിച്ചതായി ഭൂമിയിൽ ആദ്യമായി മരണവാർത്ത വന്നു. അന്നു തൊട്ട് കാലൻ്റെ പേര് ടെലഗ്രാമിൻ്റെ പേര് അവസാനിച്ചതുപോലെ ഭൂലോകത്ത് നിന്ന് ഇല്ലാതായി. ഹരി ഓം.